യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സ്വന്തം സഹോദരങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഭാവനയ്ക്ക് അത് സഹിക്കാനാവില്ല സർ. അങ്ങനെയാണെങ്കിൽ ഭാവനയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. അതെന്താ സർ? ആ കുടുംബത്തിൽ നിന്ന് ഭാവനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെടുക്കണം. കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലേ, അപ്പൊ പിന്നെ ധ്രുവന്റെ തിരോധാനത്തിന് പിന്നിൽ അതിലാർക്കും പങ്കാളിയാവാം. അതെ സർ, അതൊരു നല്ല ഐഡിയ. അങ്ങനെയെങ്കിൽ സേതുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് ബുദ്ധി. സേതുവിനെ കസ്റ്റഡിയിൽ എടുത്താൽ ഭാവനയ്ക്ക് താങ്ങാൻ പറ്റില്ല. അത്രമാത്രം അറ്റാച്ച്മെന്റ് ആണ് അവര് തമ്മിൽ. മുഴുക്കുടിയനായിരുന്ന സേതുവിനെ നല്ലവനാക്കി മാറ്റിയതും ഭാവനയാ. എങ്കിൽ പിന്നെ സേതു തന്നെ മതി. അവനാണല്ലോ വിജയത്തിനോട് ധ്രുവന്റെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞത്. അതെ സർ. സേതു ഇപ്പോഴും ഉണ്ടാവും. അവൻ തിരുപ്പതി പോയിരിക്കുകയാണ് സർ. സാധാരണ അവൻ എവിടെയെങ്കിലും പോയാൽ എന്നോട് പറയാറുണ്ട്. പക്ഷേ ഈ കാര്യം മറ്റൊരാൾ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അവൻ അത്രമാത്രം മാറിപ്പോയി. ഓക്കെ വിജയരത്നം, ഇനി എന്താണ് വേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം. പിന്നെ നമ്മൾ തമ്മിലുള്ള ഡീൽ മറക്കണ്ട. ഒരിക്കലുമില്ല സർ. ഇന്ന് തന്നെ സാറിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവും. എന്റെ അക്കൗണ്ടിലേക്ക് വേണ്ട, ഞാൻ വേറൊരാളുടെ അക്കൗണ്ട് നമ്പർ അതിലേക്ക് അയച്ചാൽ മതി. ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നെ വിശ്വസിക്കാം സർ. ഞാൻ ഒരിക്കലും സാറിനെ ചതിക്കില്ല. ഭാവന ഈ കേസിൽ ശിക്ഷിക്കപ്പെടണം. എങ്കിലേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കും. അതിനുവേണ്ടി ഞാൻ എത്ര ലക്ഷം മുടക്കാനും തയ്യാറാണ്. വിജയത്മൻ ധൈര്യമായിട്ട് വയ്ക്കോ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം. എപ്പോൾ വിളിച്ചാലും വന്നേക്കണം. ശരി സർ. അമ്മേ, അമ്മേ, ഞാൻ അച്ഛന്റെ ഫോട്ടോ കൊണ്ട് ശരിയാക്കിട്ട് വരാവേ. വേഗം വരണം കേട്ടോ സേതു. പൂജയ്ക്കുള്ളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ സേതുവേട്ടൻ വന്നിട്ട് ചെയ്തോളൂ അമ്മേ. ഏട്ടൻ പോയിട്ട് വാ. ശരി മോളെന്നാ. ഹലോ, ഡാ രമേശാ, ഞാൻ ആ തിരുവല്ലം ബൈപ്പാസില് ആ കയറുന്നിടത്ത് വെയിറ്റ് ചെയ്യാം. നീ അങ്ങോട്ട് നേരെ വന്നാൽ മതി. ശരി മോളെ, ഏട്ടനും ഏട്ടത്തിയും വരും. നീ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ നിൽക്കരുത്. ഞാനായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നില്ലമ്മേ. പക്ഷേ ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നാ ഞാൻ വിടാനും പോകുന്നില്ല. ചിലരെ നമ്മൾ എത്രത്തോളം മാറ്റി നിർത്താൻ ശ്രമിച്ചാലും നടക്കില്ലമ്മേ. എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരിങ്ങോട്ട് വന്നോളും. അമ്മയോട് വല്യമ്മ കാണിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അവരിങ്ങോട്ട് വിളിക്കാൻ പാടില്ലായിരുന്നു. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് അവരോട് രണ്ടുപേരോടും. വിട്ടുകള നീ അത്. ഇതിനു മുന്നേ പല പ്രാവശ്യവും ഇതിനപ്പുറം ഓരോന്ന് അവർ കാണിച്ചിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നും ഒരുപോലെ ഒന്നും ഇരിക്കില്ലമ്മേ. അമ്മയെ പോലുള്ള ലോല മനസ്സൊന്നും എനിക്കില്ല. ഞാനൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. ആരുമില്ലേ? ഭാവന, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഏട്ടനോ? ഇവിടെ ആരെയും കണ്ടില്ല. ഭാവനയില്ലേ? എല്ലാരും ഉണ്ട് ഏട്ടാ. അമ്മേ, ചേച്ചി, ആരാ വന്നെന്ന് നോക്കിയേ. ഏട്ടനിരിക്കെ. താങ്ക് യു. ഇരിക്കും മോനെ. അടുക്കളയിൽ ജോലി തിരക്കായിരുന്നു. ആണോ ആന്റി? എന്നാ നടക്കട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ശരിയാണ്. ഭാവന, വാ ഇരിക്ക. ഇന്നെല്ലാരും നല്ല സന്തോഷത്തിലാണല്ലേ? അതെ സൂര്യ, അച്ഛന്റെ ജന്മനാളല്ലേ. അച്ഛനുണ്ടായിരുന്നപ്പോ എന്ത് രസമായിരുന്നു. ആര് പറഞ്ഞു അച്ഛനില്ലാന്ന്? ആ ഇരിക്കുന്നവനെ ആരാ? അങ്കിളിന്റെ ഫോട്ടോ എവിടെ? അത് നിലത്ത് വീണ് ചില്ല് പൊട്ടി. സേതുവേട്ടൻ ഗ്ലാസ് മാറ്റാൻ വേണ്ടി പോയിരിക്കാം. സേതുവേട്ടൻ എപ്പോ എത്തി? ഇന്നലെ വൈകുന്നേരം. സേതുവേട്ടന്റെ ലുക്ക് മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. ആണോ? അതെ സൂര്യ,
വരുമ്പോ ഒന്ന് കണ്ടു നോക്ക്. മോനെ എന്നാ. സത്യം പറഞ്ഞ സൂര്യ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സന്തോഷം കാണാൻ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ ഭാവന, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ചിന്തിക്കണം സൂര്യ. സ്വപ്നത്തിലാണെങ്കിലും ആന്റിയും ധ്രുവന്റെ അമ്മയും എല്ലാം എന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ വിഭ്രാന്തിയില്ല ഞാൻ പോലീസിൽ സറണ്ടർ ആവാൻ തീരുമാനിച്ചത്. അവിടെയും സൂര്യ വന്ന് എന്നെ തടഞ്ഞില്ലേ? വിട്ടേക്ക് ഭാവന, ഇനിയെങ്കിലും താനൊന്ന് റിലാക്സ്ഡ് ആവാൻ നോക്ക്, എല്ലാം ശരിയാവും. ദേ, വളരെ സന്തോഷത്തിലാണ് ഞാനിവിടെ വന്നത്. ആ സന്തോഷം താനായിട്ട് നശിപ്പിക്കരുത് പ്ലീസ്. എടാ, ഈ ഫോട്ടോയുടെ ഗ്ലാസ് മാറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാം. അല്ലെ പിന്നെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഫോട്ടോ പെട്ടെന്ന് തരുമെങ്കിൽ. ഇവിടെ പോയാലോ? ഇവിടെ കയറാം, വാ. ചേട്ടാ, പിന്നെ ഈ ഫോട്ടോയുടെ ഗ്ലാസ് ഒന്ന് മാറ്റിയിട്ട് തരാം. ഒരു അരമണിക്കൂർ താമസം ഉണ്ടാവും. അപ്പോഴേക്കും ഗ്ലാസ് മാറ്റി നിങ്ങൾ പോയിട്ട് വരും. അത് കുഴപ്പമില്ല, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ശരി, അപ്പോഴേക്കും ശരിയാക്കി വെച്ചേക്കാം. ഓക്കെ. സേതുണ്ണ, ചായ വേണോ? എനിക്ക് വേണ്ട, നീ പോയി കുടിച്ചിട്ടോ. ഞാൻ ഇവിടെ നിൽക്കാം. അണ്ണാ, ഒരു 10 മിനിറ്റ് ഞാൻ പോയി ചായ കുടിച്ചിട്ട്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഓ, സേതു, എന്താ സാറേ ഇവിടെ? ഞങ്ങൾ സേതുവിനെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? എന്താ സാറേ കാര്യം? പുതിയ SP-ക്ക് സേതുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിനാ സാറേ എന്നെ കാണുന്നത്? സേതുവിന്റെ കയ്യില് അന്നൊരു ശിവറാം കള്ളം കൊണ്ട് തന്നില്ലേ? ആ ശിവറാമിനെ കുറിച്ച് എന്തോ ചോദിക്കാനാ സേതുവിനെ കൂട്ടിക്കൊണ്ടില്ലാൻ പറഞ്ഞു. സാറേ, ഞാൻ പിന്നീട് അങ്ങോട്ട് വന്നാൽ മതിയോ? വീട്ടിൽ അച്ഛൻ്റെ ജന്മനാളുള്ള പൂജ നടക്കുക, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നാൽ മതിയോ? ഇതൊരു 10 മിനിറ്റ് മതി സേതു. ദേ, വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഉടനെ തിരിച്ചു വരാലോ അല്ലേ? പിന്നെന്താ? വാ. എന്നാ പിന്നെ പോയിട്ട് വേഗം വരാം. വാ, പോ. വാ. സേതുണ്ണ എവിടെ പോയി? ഫോട്ടോ റെഡിയായോ? റെഡിയായി. ചേട്ടാ, എന്നോടൊപ്പം വന്ന സേതുണ്ണനെ കാണാനില്ലല്ലോ, എവിടെ പോയി? പുള്ളി ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ടോ? ശരിയായ എത്രയായി? 500 രൂപ. ഓ, ശരി. എന്താ സാറേ, നമ്മളിത് എങ്ങോട്ടായി പോകുന്നത്? പറഞ്ഞല്ലോ, പുതിയ SP-യെ കാണാനാണെന്ന്. ഇതിലെന്തോ പന്തികളുണ്ടല്ലോ. ഇപ്പൊ എടുക്കണ്ട സാർ. അങ്ങനെ സാറേ ഫോൺ എടുത്താല് ഇതെന്റെ കൂട്ടുകാരൻ വിളിക്കുന്നതല്ലേ? ആരായാലും കുറച്ചു നേരത്തേക്ക് ഫോൺ എടുക്കണ്ട. സാറേ, എന്താ സാറേ ഇത്? നിങ്ങൾ എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? സാർ, എന്താ സാറേ ഇത്? എന്റെ ഫോൺ ഇതാ. മര്യാദക്ക് ഇരിക്കണം അവിടെ. ഫോണൊക്കെ തരും. സേതുവണ്ണം എവിടെ പോയതാവും? ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ.
ഭരത്തെ ചേച്ചി നീ വന്നിരുന്ന് തിരി കത്തിക്ക. ഭരത്തെ ഇങ്ങ് വാ, ഇവിടെയും കത്തിക്കാം. വാ. ശ്രദ്ധിച്ചു. ഭാവന, ഇത് ഇനി വിഘ്നേശ്വര പൂജയ്ക്കുള്ള നാളികേരം ഉടക്കണ്ടേ? അതാരാ ചെയ്യണ്ടേ? സേതുവിന് പകരം ഭാവന തന്നെ നാളികേരം ഉടയ്ക്കും. അത് പറ്റില്ല. ഇതുപോലുള്ള ചടങ്ങ് പെൺകുട്ടികളല്ല ചെയ്യേണ്ടത്, ആണുങ്ങളാ ചെയ്യേണ്ടത്. നേരത്തെ കാറ്റടിച്ച് തിരിയൊന്നും അണഞ്ഞു എന്ന് കരുതി പപ്പേട്ടനോട് സ്വന്തം അനിയന് ദേഷ്യമൊന്നും കാണില്ല. എന്താ ഗായത്രി, പപ്പേട്ടൻ തന്നെ നാളികേരം ഉടയ്ക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഒരിക്കൽ പരീക്ഷിച്ചത് പോലെയായിരിക്കും. നീ ഇതിൽ അഭിപ്രായം പറയണ്ട. ഇത് ഞങ്ങൾ കുടുംബക്കാരുടെ കാര്യമാണ്. വേണ്ട ജാനകി, ഗായത്രിക്ക് സമ്മതമല്ലാത്ത സ്ഥിതിക്ക് നമ്മളായിട്ടൊരു തർക്കം വേണ്ട. ഏട്ടന് നാളികേരം ഉടയ്ക്കും. അച്ഛൻ്റെ ഏട്ടനല്ലേ? മായ പോയി പാത്രം എടുത്തുണ്ടോ? ഇതേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട് വല്യമ്മ? അച്ഛന് വല്യച്ഛനോടുള്ള സ്നേഹം കണ്ടില്ലേ? അതോ ഇതും യാദൃശികമായിട്ട് സംഭവിച്ചതാണോ? എവിടുന്ന് വാങ്ങിച്ച ചീഞ്ഞ തേങ്ങയല്ല പൂജയ്ക്ക് എടുക്കേണ്ടത്. എന്നിട്ടിപ്പോ ഞങ്ങളെ കുറ്റം പറയുന്നു. ആന്റി ഇനി കൂടുതലൊന്നും പറയണ്ട. ഭാവനയുടെ അച്ഛന് നിങ്ങളോടുള്ള ആത്മബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി. മൈച്ചി, ഇതിനോടൊപ്പം വാങ്ങിയ വേറെ നാളികേരം ഇരിപ്പുണ്ടോ? ഉണ്ട് ഭാവന. എടുത്തിട്ട് വരും. അച്ഛന്റെ ആത്മാവ് നമ്മളോട് ക്ഷമിച്ചോളും. ഭരത്തെ, നീ ഈ നാളികേരം വന്ന് പൊട്ടിക്കേ. വാ. വേണ്ട മോനെ, നീ ഉടച്ചാ മതി. സേതുവിന്റെ സ്ഥാനത്ത് നീ വേണം ഈ കർമ്മം ചെയ്യാൻ. അച്ഛയ്ക്ക് ഇതിലും വലിയ സന്തോഷം വേറെ കാണില്ല. അതെ ചേച്ചി, അച്ഛൻ്റെ മുമ്പിൽ ചേച്ചിക്ക് പകരം ഇപ്പൊ ഇവിടെ മറ്റാരുമില്ല. ഭാവന, ആന്റി പറഞ്ഞോളൂ ചെയ്യാം. ഭാരത്തെ, വിളിച്ച എന്റെ ഈശ്വര, ഇതും ചീഞ്ഞ തേങ്ങ തന്നെ ആയിരിക്കണേ. ഈ സന്തോഷമെല്ലാം
താമസിയാതെ തന്നെ അവസാനിക്കും. സേതുവിനെ പോലീസ് പൊക്കിയ വിവരം ഉടനെ തന്നെ ഇവിടെ അറിയും. അതും കൂടെ കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ ഗായത്രി. എന്തായി സർ, സേതു സത്യങ്ങളെല്ലാം പറഞ്ഞോ? പറഞ്ഞു വിജയപത്മ. പക്ഷേ ധ്രുവനെ കൊന്നതും കുഴിച്ചുമൂടിയതും ഭാവനയും ഭാവനയും കൂടി ആണെന്നല്ല അവൻ പറഞ്ഞത്. പിന്നെ സേതുവാണ് ധ്രുവനെ കൊന്നതെന്നും ബോഡി കത്തിച്ച് കളഞ്ഞെന്നും ആ മൊഴി വന്നിട്ടുണ്ട്. ഭാവനയും ഭാനുവും രക്ഷിക്കാൻ വേണ്ടി ആ മനഃപൂർവ്വം പറഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷേ അതല്ല സത്യമെന്ന് നിർബന്ധിച്ച് പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ. സർ, പിന്നെ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലാണെന്ന് പറയുന്ന പോലെ ഇതും നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാൽ മതിയല്ലോ. മനസ്സിലായില്ല സാറേ, സേതു കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് അവനെ തന്നെ പ്രതിയാക്കി കേസെടുക്കുക സാറേ. അപ്പൊ ഭാവന സ്വയം തന്നെ വന്നുകൊള്ളും. സേതുവിനെ രക്ഷിക്കാൻ വേണ്ടി അവളാണ് ധ്രുവനെ കൊന്നതെന്ന് സത്യവും തുറന്നു പറയും. സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവളാ ഭാവന. അതുകൊണ്ട് ഉറപ്പായും ഭാവന നടന്ന സത്യം പറയും. ഓക്കെ വിജയപത്മ, എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം. അവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി FIR തയ്യാറാക്കാം. ഓക്കെ സർ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ, ശരി വിജയപത്മ. നമ്മുടെ മക്കളെയെല്ലാം എല്ലാ ആപത്തുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കാത്തുകൊള്ളണേ. എന്നും ഈ കുടുംബത്തിന് കാവലായി ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. പായസം നമുക്കവിടെ ഇരിക്കാൻ പറ്റ മോളെടുത്തു. അമ്മേ, ഒന്ന് പിടിച്ചേ. ഹലോ, ഇത് ഭാവനയല്ലേ? അതെ, ആരാ? ഞാൻ ക്രൈംബ്രാഞ്ച് SP ജെയിംസ് ആണ് സംസാരിക്കുന്നത്. ധ്രുവന്റെ മിസ്സിംഗ് കേസ് അന്വേഷണം ഇപ്പൊ ക്രൈംബ്രാഞ്ചിലാണ്. ഞാനാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഓക്കെ സർ. എന്നെ എന്തിനാ സാർ വിളിച്ചേ? എന്തെങ്കിലും കാരണമില്ലാതെ വിളിക്കില്ലല്ലോ ഭാവന. ഭാവനയുടെ ഏട്ടൻ സേതു ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്താ പാപ്പേട്ട ഇങ്ങനെ നോക്കുന്നത്? പാപ്പേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ പായസം വെച്ചത്. പായസം കൊണ്ടുപോയിക്കോളാൻ നോക്കുന്നു, ഇല്ലെങ്കിൽ ഞാനത് തട്ടിക്കളയും. പാപ്പേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഒരിക്കൽ പറയുന്നു പായസം വെക്കാൻ, ഇപ്പൊ പറയുന്നു തട്ടിക്കളയൂന്ന്. പാപ്പേട്ടൻ ഇത് എന്താ പറ്റിയേ? ഇനി പറ്റാനൊന്നുമില്ല. നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അത്ര തന്നെ. മനസ്സിലായില്ല, ഒന്ന് തെളിച്ചു പറ. പറയാനൊന്നുമില്ല മോളെ.
ഇപ്പോഴും ജയം ഭാവനയുടെ ഭാഗത്ത് തന്നെയാണ്. ആ ധ്രുവൻ മരിച്ചത് തലയിൽ ആണി തെറിച്ചിട്ടാണെന്നല്ലേ സേതു നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ആ SI ഗോകുൽദാസിനോടും SP ജെയിംസിനോടും പറയുകയും ചെയ്തു. അതനുസരിച്ചിട്ടാ SP സേതുവിനെ കസ്റ്റഡിയിലെടുത്തത്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ധ്രുവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയോ? ധ്രുവൻ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചതെന്ന്. ഇനി എന്തടിസ്ഥാനത്തിൽ പോലീസ് ഭാവനയും ഭാനുവിനെയും കസ്റ്റഡിയിലെടുക്കും? സേതുവിനെതിരെ പോലും വ്യക്തമായ തെളിവില്ലാതെ ഒന്നും ചെയ്യാനാവില്ല. ഈശ്വര, ഈ വാർത്ത കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്? ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലേ പപ്പേട്ട? നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കില്ലേ? നടക്കും ജാനകി. എന്ത് നാറിയ കളി കളിച്ചും ഭാവനയ്ക്കും ഭാനുവിനും ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുക്കും. കണ്ടല്ലോ പ്രാർത്ഥന, മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാ ഇവരൊക്കെ. ഇവരുടെയൊക്കെ നിഴല് നമ്മുടെ ദേഹത്ത് വീണാ മതി നശിക്കാൻ. ഒരു കുടുംബത്തിന്റെ പതനം മാത്രം ലക്ഷ്യം വെച്ചാ ഇവരൊക്കെ ജീവിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാ ജാനകി, ധ്രുവൻ ആരോ വിഷം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ പോലീസ് കണ്ടെത്തിയാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും പപ്പേട്ട? അല്ല, ഇനി ആ ഡോക്ടർക്ക് പറഞ്ഞത് തെറ്റിയതായിരിക്കോ? വെറുതെ മണ്ടത്തരം പറയാതെ ജാനകി. ഒരിക്കലും ധ്രുവന് മറ്റൊരു കൊലയാളി ഉണ്ടാവാൻ പാടില്ല. എന്നാലേ ഭാവനയും ഭാനുവും തന്നെയാണ് ധ്രുവനെ കൊന്നതെന്ന് തെളിയിക്കാൻ പറ്റും. അതല്ല മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ സേതുവിനെ തന്നെ പ്രതിയാക്കി കേസ് ക്ലോസ് ചെയ്യിക്കണം. ആ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ശിക്ഷിക്കപ്പെട്ടാലും മതി ആ കുടുംബം നശിക്കാൻ. SP വിചാരിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ലേ പപ്പേട്ട? അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അയാൾ ചെയ്തു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം നശിച്ചില്ലേ? ഇല്ല പപ്പേട്ട, പപ്പേട്ട നോക്കിക്കോ. ഒന്നെങ്കിൽ സേതു അല്ലെങ്കിൽ ഭാവന ഉറപ്പായിട്ടും ധ്രുവന്റെ കേസിൽ അകത്ത് പോയിരിക്കും. ഇവിടെ നടക്കുന്നതൊക്കെ ഭാവനയോട് സൂര്യയോട് എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല പ്രാർത്ഥന. എന്തിനാ വീണ്ടും പ്രശ്നങ്ങൾ വലുതാക്കുന്നെന്ന് കരുതിയിട്ട. ഇവർക്കൊക്കെ നല്ലത് തോന്നിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ? അമ്മേ മഹാമായേ, ധ്രുവന്റെ കേസിൽ നിന്നും ഭാവനയ്ക്കും ഭാനുവിനും ഒരിക്കലും മോചനം കിട്ടരുതേ. അമ്മേ, ധ്രുവനെ കൊന്നതിനും കുഴിച്ചിട്ടതിനുമുള്ള ശിക്ഷ ഭാവനയ്ക്ക് തന്നെ കിട്ടണേ ദേവി. ഒരു പാവം ചെറുപ്പക്കാരനെ വേരോടെ ഇല്ലാതാക്കിയതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണേ അമ്മേ. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ ഭാവനയ്ക്കൊപ്പം ചുറ്റി നടക്കുന്ന സൂര്യയ്ക്കും നീ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണേ ദേവി. ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചതിന്റെ ശിക്ഷയായിട്ട് നീ അവർക്കിട്ടൊരു പണി കൊടുക്കണേ ദേവി. അമ്മേ, കഷ്ടം. ഇവരുടെയൊക്കെ വിചാരം മറ്റുള്ളവരെ ദ്രോഹിക്കില്ല ദൈവങ്ങളുടെ ജോലിയെന്ന. ഇനി എന്നാണോ എന്തോ ഇവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നിക്കുന്നത്. അമ്മേ ഭഗവതി, ദേവി മഹാമായേ. എന്തൊരു പ്രാർത്ഥന, മുടിഞ്ഞു പോത്തുള്ളൂ. എന്നോട് ക്ഷമിക്കണം. പോലീസ് സേതുവിനെ പിടിച്ചോണ്ട് പോയി എന്നറിഞ്ഞപ്പോൾ ദേഷ്യത്തിലാ ഞാൻ ജന്മദിനം ഒന്നും ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞത്. ഒന്നു മാറി ഓരോ ദുരിതങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടായപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ.
ഇപ്പോ സൂര്യമോൻ വന്ന് പറഞ്ഞ വാർത്ത സത്യമായിരിക്കണേന്ന എന്റെ പ്രാർത്ഥന. ധ്രുവന്റെ മരണം ഒരിക്കലും നമ്മുടെ മക്കള് കാരണമാവരുത്. അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പൊറുക്കണം. മദ്യപാനിയായ നമ്മുടെ സേതു ഇപ്പോ നല്ലവനായി സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുമ്പോഴാ വിധി അവനെ വീണ്ടും വേട്ടയാടുന്നത്. നമ്മുടെ മോന്റെ ഭാവിക്ക് ഒരു വിഘ്നങ്ങളും വരരുത്. എന്നും കാവലായിരിക്കണം. മായയും നന്ദൂട്ടിയും കരയുന്നത് കാണാൻ എനിക്ക് വയ്യ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നും നമ്മുടെ മക്കൾക്ക് തുണയായിരിക്കണം. സേതു ഒരു ബുദ്ധിമുട്ടുകളുമില്ലാതെ പുറത്തോട്ട് വരണം. അമ്മേ, അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ. അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കമ്മേ. മോള് വിഷമിക്കാതെ, അച്ഛൻ വരും. അച്ഛൻ എവിടെ പോയത് ആന്റി? അച്ഛൻ ഇപ്പൊ തിരുപ്പതി പോയില്ലേ, അതുപോലെ വേറൊരിടം വരെ പോയിരിക്കാം. പിന്നെന്താ എന്നോട് പറയാതെ പോയത്? അങ്കിളെ, അച്ഛനിത് എവിടെ പോയതാ? അച്ഛൻ ഒരു ജോലി കാര്യത്തിന് വേണ്ടി പോയതാ, ഉടനെ വരും. പിന്നെന്താ രമേശൻ അങ്കിള് കൂടെ പോവാത്തെ? എനിക്കറിയാം, അച്ഛനെ പോലീസ് പിടിച്ചതല്ലേ. എന്തിനാ ആന്റി എന്റെ അച്ഛനെ പോലീസ് പിടിച്ചത്? മോളെ, അത് ആള് മാറി അച്ഛനെ പിടിച്ചതാ. അപ്പൊ തന്നെ വിടുകയും ചെയ്തു. അങ്ങള് പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. മോളിച്ചല്ലേ, ആന്റി ഇപ്പൊ വരാട്ടോ. വാ. മായിച്ചി, എത്ര നേരം എന്ന് വെച്ചാ ഇങ്ങനെ കിടക്കുന്നേ? എണീറ്റ് എന്തെങ്കിലും കഴിക്ക. ഇപ്പൊ ഒന്നും വേണ്ട മോളെ, വിശപ്പില്ല. ഭാവനേച്ചി, ഭാമേച്ചി, ഭാമയ മായേച്ചി, കരയാതെ മായേച്ചി, മായേച്ചി. ഭാമേ, ചേച്ചി, എന്തൊക്കെയാ ചേച്ചി ഞാനീ കേൾക്കുന്നേ? ധ്രുവന്റെ കേസില് സേതുവേട്ടൻ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തേ? നീ വിഷമിക്കാതെ. സേതുവേട്ടൻ ഒരു ബുദ്ധിമോശം കാണിച്ചതാ. പക്ഷേ ധ്രുവ മരിച്ചത് ഭാനു കാരണമല്ല മോളെ. അവനെ ആരോ വിഷം കൊടുത്ത് കൊന്നതാ.